ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല തണുപ്പാട്ടോ, എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത തണുപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. രാവിലെ മാത്രമല്ല, ഫുൾ ടൈം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് നമ്മളിങ്ങനെ ഒന്ന് വാമായിട്ട് വരും. അത് വീണ്ടും ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും തണുപ്പ് കയറി വരും കേട്ടോ. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളിലും കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. വയനാട് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേകത കൂടുതലുമാണല്ലോ. ഇപ്പോൾ ഉള്ളിൽ 1, 2, 3 ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കുക. സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളിലിട്ടിട്ടാണ് നടക്കുന്നത്. എന്നാൽ രാവിലെ ഒരു വലിയൊരു മടിയില്ലാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ലേ, അതിലേക്ക് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് റഫീഖ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങുന്ന ദിവസം ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ലീവൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് റഫീഖ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിന്ന് രാവിലെ കുറച്ച് തിരക്കുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ റഫീഖ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന്. ലീവൊക്കെ കഴിഞ്ഞിട്ട് പോവുമല്ലേ, കുറേ നാൾ കഴിഞ്ഞിട്ട്, 1 മാസത്തിൻ്റെ മേലെയായി കേട്ടോ, 1.5 മാസത്തോളമായി. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ്, അവർ 10 മണിക്കൊരു ചായ കുടിക്കും, അവിടെ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കും. അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് റഫീഖ അങ്ങനെ കൊണ്ടുപോകലുണ്ട്. പിന്നെ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ അത് എന്തെങ്കിലും ലീവുള്ള റഫീഖ പോകുന്നതിന് തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാം, ജസ്റ്റ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനോ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു, രാവിലെ തന്നെ പോകാൻ വേണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് രാത്രി വരെ ഒഴിവുണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു സൺഡേയിലൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഗസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു. അപ്പോൾ ഫുഡാക്കലും കാര്യങ്ങളും എല്ലാമായിട്ട് രാത്രി വരെ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കുകയാണ്. ഒന്ന് നമ്മളെ അമ്മയിൻ്റെ സ്നാക്സ് ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയോ ആളുകൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. തുറക്കലപ്പെന്ന്, അതുപോലെ തന്നെ ചിക്കൻ എഗ് ബോക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നല്ല പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ എഗ് ബോക്സ് എന്നൊക്കെ പറയാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് അതാണ്. അപ്പോൾ എല്ലാ പേരുകളും നന്നായിരുന്നു കേട്ടോ. കുറേ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട്, ഇപ്രാവശ്യം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുകയല്ല ചെയ്തേ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത്, ഒന്ന് ചോപ്പറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സമോസക്കൊക്കെ ബീഫ് ചിക്കനൊക്കെ ക്രഷ് ചെയ്യൂലേ, അതുപോലെ ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്തതാണ്. അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാധാ വെച്ച് കൊടുക്കുന്ന ചമ്മന്തിയും തേങ്ങ, മുളക്, ഉള്ളി ഒക്കെ ഇട്ടിട്ടുള്ള, മല്ലി, പുതിന ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയും വെച്ച് കൊടുത്തു. അതുപോലെ പിന്നെ എഗ്ഗ് പുഴുങ്ങിയതും കൂടെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സ്നാക്സ് അല്ല, നമ്മൾ ഡീറ്റെയിൽ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്നാക്സ് റെസിപ്പി സെർച്ച് ചെയ്ത് നോക്കിക്കോ, അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. റഫീഖയ്ക്ക് ഒരു 30 എണ്ണം വേണം കൊണ്ടുപോകാനും. അപ്പോൾ അതൊക്കെ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ചിലപ്പം ചിക്കനൊന്നും കഴിക്കില്ല, കാരണം ഇങ്ങനെ ശബരിമല സീസൺ ആയതുകൊണ്ട് മീറ്റൊന്നും കഴിക്കാത്തവരുണ്ടാവില്ലേ. അപ്പോൾ കായ്പോളയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
ശബരിമല സീസൺ എന്നല്ല, ചിലപ്പോൾ ചിലർ എഗ്ഗ് കഴിക്കും, ചിലർ ചിക്കൻ കഴിക്കില്ല, അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു സ്വീറ്റും കൂടെ ആക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കായ്പോള ഞാൻ എഗ്ഗെല്ലാം റെഡിയാക്കി മിക്സാക്കി 2 ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്നാക്കും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഞാൻ റെസിപ്പി ചെയ്തതുകൊണ്ടാണ് കേട്ടോ. കായ്പോളൊക്കെ നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. ഈ സ്നാക്സ് നമ്മൾ കാണിച്ചു തന്നെയാണ്. ആവശ്യമുള്ളവർ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിനി ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ. നമ്മൾ ഓരോന്നും ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളും കാണിക്കുകയാണെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് നിൽക്കലേ ഉണ്ടാവുള്ളൂ. കറക്റ്റ് സമയത്ത് റഫീഖൊക്കെ പോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഞാനൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളേ. അപ്പോൾ ഇതാ ഇനി സ്നാക്സ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്നുമില്ല, നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് നമ്മൾ സമൂസയൊക്കെ ആക്കിയിട്ടെടുക്കൂലേ, അതേ മെത്തേഡ് കേട്ടോ ആക്കിയിട്ടെടുത്താൽ മതി. ആ ഒരു ഗോൾഡൻ കളർ 2 ഭാഗവും വരുമ്പോഴത്തേക്കും തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ സ്നാക്ക്. ഇത് തണുത്താലും കുഴപ്പമൊന്നുമില്ല. സമൂസ തണുത്തിട്ട് നമ്മൾ കഴിക്കൂലേ, അത്രയേ ഉള്ളൂ. പക്ഷേ ചൂടോടെ സമൂസ കഴിക്കുമ്പോൾ ഒരു വേറെ ഫീൽ തന്നെയല്ലേ. അതന്നെയാണ് കേട്ടോ, ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ്, ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആക്കേണ്ടതായിട്ടുണ്ട്. നമുക്കും കഴിക്കണം, റഫീഖാവും കഴിക്കണം. അപ്പോൾ ഞാൻ അതിലൂടെ തന്നെ കുറച്ച് മാവ് കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് പൂരിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്തത്. ഇതിന് മാവ് കുഴക്കേണ്ടത് തിളച്ച വെള്ളത്തിലാണ് കേട്ടോ. ഒരു അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളത്തിലും ആക്കാം, തിളച്ച് പോയാലും കുഴപ്പമില്ല. ഞാൻ തിളച്ച വെള്ളത്തിലാണ് ആക്കിയിട്ട് എടുക്കൽ. രണ്ടായാലും പ്രശ്നമില്ല കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാത്ത സ്നാക്കാണേ. അതുപോലെ തന്നെ ആ പൂരിയും ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. സൈഡിൽ നമ്മുടെ കായ്പോള റെഡിയാകുന്നുണ്ട്. ഒന്ന് ഞാൻ വർക്ക് ഏരിയയിൽ കിച്ചണിൽ കൊണ്ടുവച്ചു കേട്ടോ. ഫ്ലെയിം കുറഞ്ഞിട്ട് വേണമല്ലോ ആക്കാൻ. അപ്പുറത്തെ എൻ്റെ 3ാമത്തെ അടുപ്പ് ഹൈ ഫ്ലെയിമാണ് കേട്ടോ, നന്നായിട്ട് കത്തും. അപ്പോൾ അതിൽ ലോ ഫ്ലെയിമിൽ വെച്ചാലും അത്യാവശ്യം നല്ല ഫ്ലെയിം ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് ഞാൻ വർക്ക് ഏരിയയിൽ കൊണ്ടുവച്ചു, ഒന്ന് ഇവിടെ നിന്നും ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും തിരിച്ച് ഇട്ട് കൊടുത്ത് ഇട്ടതാ മൊത്തം ഓൾമോസ്റ്റ് 2ഉം റെഡി ആയിട്ടുണ്ട്. നമ്മളെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പൂരിയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കറി ഉണ്ട് കേട്ടോ. കറി ഇന്നലത്തെ ചിക്കൻ കറിയും ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും റൈസും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഉച്ചയ്ക്ക് എനിക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ പൂരിയിലേക്കുള്ള കറിയും ഉണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ദോശയാക്കാമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ പിന്നെ വിചാരിച്ച് 2 പണി എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പൂരിയാക്കിയിട്ട് അങ്ങ് ഒപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ സ്നാക്സൊക്കെ റെഡിയാക്കി പാക്കാക്കി ഇനി റഫീഖക്ക് ചായയൊക്കെ കൊടുത്തിട്ടൊന്ന് വിടട്ടെ. അപ്പോൾ നമ്മളെ സ്നാക്കൊക്കെ റെഡി. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ എഗ് ബോക്സ് ഉണ്ടാക്കിയതൊരു 10 ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും എപ്പോഴെങ്കിലും വൈകുന്നേരം എടുത്ത് ഫ്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഫ്രൈ ചെയ്തിട്ട് ഇരുന്നാൽ പിന്നെ ആരും കഴിക്കുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് പിന്നെ നമ്മൾ സ്നാക്സ് അങ്ങനത്തെ ഒന്നും കഴിക്കൂലല്ലോ. അപ്പോൾ റഫീഖ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ ചെറുതായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് മച്ചുവിന്, അതായത് റഫീഖാൻ്റെ ചെറിയ പെങ്ങളെ മോളില്ലേ മച്ചു, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറഞ്ഞത്. അപ്പോൾ മച്ചുവിൻ്റെ കല്യാണം ആവാനായല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ നമ്മളെല്ലാവരും. അപ്പോൾ റഫീഖ എന്നെ കൊണ്ടുവിട്ടിട്ട് റഫീഖ ഇങ്ങോട്ട് പോരും കേട്ടോ. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ മതിയല്ലോ. റഫീഖൊക്കെ അറിയാട്ടോ ഇത് കുറച്ചൊരു പ്രോസസ്സുള്ള പണിയാണെന്ന്. എന്നിട്ട് ഇവിടെ ആക്കി തന്നിട്ട് എല്ലാവരെയും കണ്ടിട്ട് റഫീഖ തിരിച്ചു പോയി. കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റമലത്തുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഏട്ടൻ്റെ വൈഫും മക്കളും. ഏട്ടൻ എന്ന് പറയുന്നത് റഫീഖാൻ്റെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എടുക്കുന്നത് നമ്മൾ തലേ ദിവസത്തിന് ഇടാനുള്ളതും പിന്നെ അന്നത്തെ ദിവസത്തേക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. തലേ ദിവസത്തിന് നമ്മൾ നോക്കുന്നത് ഗൗൺ ടൈപ്പില്ലേ, അതാണ് നോക്കുന്നത്. ഈ സ്കേർട്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഗൗൺ വന്നിട്ടുള്ള ആ ഒരു ടൈപ്പ്. ഇതെടുക്കുമ്പോൾ നമ്മൾ പറയും കുറച്ച് എപ്പോഴും യൂസ് ആക്കാനുള്ള ഉള്ളത് എടുക്കാം, എന്നാൽ പിന്നീട് യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ. പക്ഷേ വെറുതെയാണ് കേട്ടോ. എന്തായാലും ഒന്നും വർക്കില്ലാതെ ഭയങ്കര സിമ്പിളാക്കി കഴിഞ്ഞാൽ അന്നത്തെ തലേ ദിവസത്തിനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല. എന്നാൽ കുറച്ച് വർക്കുള്ള എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യൂസ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഈ കല്യാൺ ഡ്രസ്സിൻ്റെ ഒരു കിടപ്പ്.
കല്യാണ ഡ്രസ്സാകുമ്പോഴും തലേദിവസത്തതായാലും അത്യാവശ്യം നല്ല അത്യാവശ്യം ഹെവി അല്ലെങ്കിലും എന്നാലും നല്ല വർക്കും കാര്യങ്ങളൊക്കെ വേണ്ടേ. എന്നാൽ തന്നെയല്ലേ ഉള്ളൂ അന്ന് പെണ്ണിനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക. നമ്മൾ സാധാ എടുക്കുന്ന പോലത്തെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ആക്കിയാൽ അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ എന്തായാലും നോക്കട്ടെ. അടിഭാഗം ഇങ്ങനെ താഴ്ന്നിട്ട് മേൽഭാഗം കയറിയിട്ട് ഇതിൻ്റെ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കി നോക്കുകയാണ് കേട്ടോ. കളറ് ഒക്കെ ഇഷ്ടമാകുന്നതൊക്കെ ഇങ്ങനെ ഓരോന്ന് നോക്കലാണ്. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കായി കേട്ടോ. നമുക്കിനി അടുത്ത ആഴ്ചയും കൂടി, ഈ ഒരു ആഴ്ചയും കൂടെ നമുക്ക് ഫ്രീ ഉള്ളൂ. അടുത്ത ആഴ്ച നമ്മൾ കല്യാണത്തിൻ്റെ ആഴ്ചയിലേക്ക് എത്തി. കല്യാണത്തിൻ്റെ ആഴ്ച കല്യാണം എന്ന് പറയുമ്പോൾ ശരിക്കും കല്യാണത്തിൻ്റെ ദിവസമല്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരാഴ്ച ഫുള്ള് ആ വീടും നമുക്കും നല്ല ആ ഒരു വൈബിലേക്ക് കേട്ടോ. നല്ല രസമായിരിക്കും, പോക്കും വരവും ഒക്കെ ആയതുകൊണ്ട്. പിന്നെ ഇപ്പം ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് ലോങ് ആണ്, 1 മണിക്കൂറിൻ്റെ മുകളിൽ വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതായത് റമൽത്താൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ പെങ്ങന്മാർ ഇവിടെ അടുത്തും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് ലോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ റിസ്ക് ഉണ്ട്. പോക്കും വരവൊക്കെ നമ്മൾ ഒരു ദിവസത്തെ രാവിലെ പോയാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എത്തുന്ന അങ്ങനെയാണ്. വേഗം വന്ന് പോക്ക് അതെന്തായാലും നടക്കൂലല്ലോ. ഇതിപ്പോൾ ഡ്രസ്സ് ഇട്ട് നോക്കുന്നത് പെണ്ണ് മാത്രമല്ല കേട്ടോ. കല്യാണം ഒരാളതാണെങ്കിലും എല്ലാവരും നിരത്തി ഇട്ട് നോക്കുന്നുണ്ട് ലെഹങ്കയും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ കണക്കാക്കണ്ട കേട്ടോ, നിങ്ങൾ കാര്യമാക്കണ്ട. ആദ്യം ഇട്ട് നോക്കിയ ആളാണ് കേട്ടോ കല്യാണ പെണ്ണ്. ഈ കളറാ, ഇത് ഇട്ട് നോക്കാം നമുക്ക്. ഈ കളർ നോക്കണോ? രസമുണ്ട്. മതി മതി മതി. എല്ലാം സെറ്റ് ചെയ്യില്ലേ? ഓ അപ്പോൾ ഫംഗ്ഷൻ്റെ അന്നത്തേക്ക് സാരിൻ്റെ വേണമെന്ന് മറ്റൊരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. സാരിയാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ ഞങ്ങൾ അന്നത്തേക്ക് സാരിയാണ് കേട്ടോ നോക്കിയത്. തലേ ദിവസം അതുപോലെ തന്നെ ഗൗൺ ടൈപ്പില്ലേ അതാണ് നോക്കിയത്. അങ്ങനെ അത് റെഡിയായി. ഇനി സാരിയും കൂടെ സെറ്റായാൽ മതി. കുറച്ച് മതി മതി. അപ്പം മറ്റൊരു ഡ്രസ്സ് നോക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് സാരി
ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എനിക്കൊരു സാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് പിന്നീട് കാണിച്ചു തരുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കുന്നൊന്നുമില്ല. എന്തായാലും ഉടുക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഉടുക്കുകയാണെങ്കിൽ എന്തായാലും ഉടുക്കുമ്പോൾ കാണാമല്ലോ. അപ്പം അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള സാരി കണ്ടപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇനി കല്യാണത്തിന് ഉടുക്കുകയാണെങ്കിൽ ഉടുക്കുക, ഇല്ലെങ്കിലും അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലും സാരിയൊക്കെ ഉടുക്കാൻ തോന്നുമ്പോൾ ഉടുക്കാമല്ലോ. അപ്പം അങ്ങനെ ഒരു സാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലോട്ടസ് ഡിസ്കോ നമുക്ക് എന്താ വേണ്ടേ? എനിക്ക് ലോട്ടസ് ഡിസ്കോ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഫുഡും കഴിച്ചതാ. ഇനി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിയാണ് കേട്ടോ. എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്കൊക്കെ പോവുകയാണ്. പെണ്ണിന് ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ തൊട്ടടുത്ത ദിവസം നമ്മൾ ബത്തേരിയിലേക്ക് പോവാണ് കേട്ടോ. അതായത് റമിൽത്താൻ്റെ വീട്ടിലേക്ക് പോവാണ്. റഫീക്ക റെഡിയായി ഡ്യൂട്ടിക്കൊക്കെ പോകാൻ തുടങ്ങിയതല്ലേ. അപ്പോൾ കുറേ നാളായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കല്യാണ വീടല്ലേ, അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് റഫീക്ക ഗിഫ്റ്റ് തന്ന ആ ഒരു ടോപ്പാണേ. അപ്പോൾ ഇത് ഇട്ടിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണേ. ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിന്ന്. അങ്ങനെ എല്ലാം ഒന്നും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കുറച്ച് എന്തൊക്കെയോ വാങ്ങാനുണ്ട്, എന്തെങ്കിലുമൊക്കെയോ റെഡിയാക്കാനുണ്ട്. അങ്ങനെ കേട്ടോ. റഫീക്കക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് റഫീക്കക്ക് സമയമായിട്ടേ ഇല്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാറ്റിക്കണ്ടേ എടുക്കണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ആഴ്ചയിലുണ്ടല്ലോ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന തിരക്ക് പിടിച്ച ദിവസങ്ങളിലാട്ടെ ഇനി ഒക്കെ റെഡി ആയിട്ട് വരും. റഫീഖാൻ്റെ സമയമായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ചയും കൂടെ ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരുന്ന ആഴ്ചയിൽ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിൽ എന്നെ കിട്ടൂല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏട്ടനും ഫാമിലി ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഏട്ടൻ്റെ ഒരു മോള് നഴ്സിങ്ങിന് വേണ്ടിയിട്ട് മൈസൂറാട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവർ രാവിലെ അവിടെ പോയിട്ട് തിരിച്ച് വന്നതാണ് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവർ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയായി. അതിന് ശേഷം റമിൽത്ത ഫുഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ചപ്പാത്തിയും കുഞ്ഞിപ്പത്തിനും എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബീഫ് കറിയൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. കുറേ കാലമായിട്ട് നമ്മളെ ഫാമിലിയിൽ കല്യാണം ഇല്ല കേട്ടോ. ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ പെങ്ങന്മാരെ മക്കൾ ഏട്ടൻ്റെ മക്കൾ അങ്ങനെയൊക്കെ വരുന്ന അങ്ങനെ അടുത്ത ഫാമിലിയിൽ കല്യാണം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ നേരത്തെ കഴിഞ്ഞു പോയിട്ടോ. പെങ്ങന്മാരുടെ മക്കളൊക്കെ ഇപ്പോൾ റമിൽത്താൻ്റെതാണ് ഇനിയിപ്പോൾ അടുത്തത്. റമിൽത്താൻ്റെ കുട്ടികളാണ് അല്ലെങ്കിൽ ഏട്ടൻ്റെ മക്കളാണ് ഇനി കല്യാണം കഴിക്കാനുള്ളത്. അപ്പോൾ കുറേ ഗ്യാപ്പ് വന്നിട്ടുള്ള നമ്മൾ കാത്തിരുന്ന കല്യാണം കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും വൈബും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇനിയത്തെ നമ്മളെ വീഡിയോയിൽ കുറച്ചായിട്ട് നമ്മളെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ വരുന്നതും പോകുന്നതും എല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിനി ഇവിടുന്ന് എല്ലാവരും തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഏട്ടനും ഫാമിലിയും പോയി. ഇപ്പോൾ നമ്മൾ റോഫ് ചെയ്താ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇതാ അന്ന് ഇത് കണ്ടോ നല്ല കോടയുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. ശരിക്കും ഇങ്ങനെ വെള്ള കളറിലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്ര മനസ്സിലാകുന്നില്ല എന്ന്. നന്നായിട്ട് ഇങ്ങനെ കോട വന്ന് നിന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ വണ്ടി ഓടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.